കുഞ്ഞുങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് പറഞ്ഞു. ടിൻഡൽ ഇഫക്റ്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണെന്ത്? അൾട്രാ മൈക്രോസ്കോപ്പ്. So by using ultra microscope we can visualize the colloidal particles. അങ്ങനെ നിങ്ങൾ ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കൊളോയിഡൽ സൊല്യൂഷനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് കൊളോയിഡൽ സിസ്റ്റം. ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്നു നമ്മള്. കോൺവെക്സ് ലെൻസ് അത് പാരലൽ ബീമിനെ കൺവേർട്ട് ചെയ്യുന്നു ടു എ കൊളോയിഡൽ പാർട്ടിക്കിൾ which scatter the light, and that scattered light is captured by a movable microscope which is the ultra microscope. Okay, അപ്പോൾ ഞാൻ ഈ അൾട്രാ മൈക്രോസ്കോപ്പിലേക്ക് കൂടിയിട്ട് ഞാൻ ഈ പാർട്ടിക്കിളിനെ കാണാം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ പാർട്ടിക്കിള് ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മെല്ലെ മൂവ് ചെയ്യും. അത് ഞാൻ ആരെയും നോക്കുന്നത് ഈ കൊളോയിഡൽ പാർട്ടിക്കിളാണ്. ആ പാർട്ടിക്കിള് എന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്, കണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് മെല്ലെ മൂവ് ചെയ്യും. ഞാൻ അതിന്റെ ബാക്കിൽ തന്നെ മൈക്രോസ്കോപ്പിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. മൈക്രോസ്കോപ്പ് മൂവബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മൈക്രോസ്കോപ്പാണ്. ഓക്കെ, ആ മൈക്രോസ്കോപ്പിനെ ഞാൻ എല്ലാം മൂവ് ചെയ്യിപ്പിക്കുന്നു. ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ബാക്കിൽ തന്നെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് അറിയാവുക? അത് ഞാൻ നോക്കുന്ന സമയത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇതിന്റെ ഉള്ളിൽ, ഈ സൊല്യൂഷന്റെ ഉള്ളിൽ കൊളോയിഡൽ പാർട്ടിക്കിൾ സിക്സാഗ് പാത്ത് ഇതാ ഇങ്ങനെ നിൽക്കുന്നില്ല, എവിടെയും നിൽക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള സിക്സാഗ് ആയിട്ടുള്ള റാൻഡമായിട്ടുള്ള മോഷനാണ്. ഇങ്ങനെയൊന്നല്ല, വേവ് മോഷൻ, ഇറഗുലർ ആയിട്ടുള്ള മോഷനല്ല. കുറച്ചൊരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നു, എവിടെയോ തട്ടിയതുപോലെ അവിടെ നിന്ന് അതിന്റെ പാത്ത് മാറുന്നു, വീണ്ടും അവിടെ തട്ടിയതുപോലെ അവിടെ പാത്ത് മാറുന്നതാ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡമായിട്ടുള്ള മോഷനിലായിരിക്കും ആ കൊളോയിഡൽ പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ് എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസും, ഒരു കൊളോയിഡൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിൾസും പിന്നെ എന്താ പറയാ, ഡിസ്പേർഷൻ മീഡിയത്തില് കണ്ടിന്യൂസ് റാൻഡം ആൻഡ് സിക്സാഗ് മോഷനിലാണുള്ളത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്താണ്? ബ്രൗണിയൻ മൂവ്മെന്റ് ഓർ ബ്രൗണിയൻ മോഷൻ. ഓക്കെ, എന്നാണ് ബ്രൗണിയൻ മോഷൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അതെന്താ അങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ ഓക്കെ, എന്താണ്? ഡിസ്പേർഷൻ മീഡിയത്തിൽ അതിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ശരിയല്ല, ഡിസ്പേർഷൻ മീഡിയത്തിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പിന്നെ എന്തുകൊണ്ട് മോഷൻ ഇങ്ങനെയാണ്? ഡിസ്പേർഷൻ മീഡിയത്തിലെ കൂടി മൂവ് ചെയ്ത് ഇവിടെയുള്ള വാളിൽ വെച്ച് തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ച് തട്ടിയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് പരസ്പരം കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിന് ഒരേ ചാർജ് ഉണ്ടാവും. ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പരസ്പരം കൂട്ടിമുട്ടാനുള്ള, ഒരേപോലുള്ള ചാർജ് ഉള്ളത് കൊണ്ട് പരസ്പരം കൂട്ടിമുട്ടാനുള്ള സാധ്യത കുറവാണ്. പകരം അവരിങ്ങനെ മൂവ് ചെയ്തിട്ട് വാളുമായിട്ട് കൂട്ടിമുട്ടാം, എന്നിട്ട് അതിന്റെ പാത്ത് റീഡയറക്ട് ചെയ്യാം. ഇതങ്ങനെയല്ല, കുറച്ചിങ്ങോട്ട് പോകുമ്പോൾ എവിടെയോ തട്ടി എവിടെ തട്ടി എന്നുള്ളത് കാണുന്നില്ല. അപ്പൊ നമ്മൾ കാണാത്ത ആരോമായിട്ട് അത് കൂട്ടിമുട്ടുന്നുണ്ട്. ഇതിലിപ്പോ ഇതെല്ലാം ഈ പാർട്ടിക്കിളല്ലാതെ വേറെ ആരാണുള്ളത്? ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിലെ പാർട്ടിക്കിൾസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിനാണ് എന്ത് സംഭവിക്കുന്നത്? ഈ മോഷൻ സംഭവിക്കുന്നത്. അത് ആരോമായിട്ട് തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആരുമായിട്ട് തട്ടാനാ? ഈ പാർട്ടിക്കിൾ അല്ലാതെ വേറെ ആരായതിലുള്ളത്? ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ആണ്. അതിനെ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അത് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കാണുന്നില്ല. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാവുക? ഇതിന് കാരണം, ബ്രൗണിയൻ മോഷന് കാരണം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പേർഷൻ മീഡിയത്തിനെ കൺസിഡർ ചെയ്താൽ
ആ ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസ്, അത് വെള്ളമാണെങ്കിൽ വെള്ളം, അത് വാട്ടർ മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയി മോഷനിലാണ്. അവരങ്ങോട്ട് ഇതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിട്ട് മോഷനിലാണ്, റാൻഡം മോഷനിലാണ്. അങ്ങനെ മോഷനിലുള്ള ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിളുമായിട്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് കൂട്ടിയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. സോ ബ്രൗണിയൻ മോഷൻ is due to the collision of colloidal particles with the dispersion medium particles which are also in random motion. Clear? അപ്പോൾ അതിന് കാരണം മനസ്സിലായി. ഇനി രണ്ടാമത്തെ പോയിന്റ്, അപ്പോൾ എന്താണ് ബ്രൗണിയൻ മോഷൻ എന്ന് മനസ്സിലായി, അതിനുള്ള കാരണം മനസ്സിലായി. ഇത് മൂന്നാമത്തെ പോയിന്റ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? കൊളോയിഡൽ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ബ്രൗണിയൻ മോഷൻ നടക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് കുറച്ച് സൈസ് കൂടിയ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കാം. അത് അണ്ടർ ഗ്രാവിറ്റി താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ, താഴോട്ട് വന്നിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സസ്പെൻഷൻ ആയിരിക്കും. അപ്പോഴെന്ത് സംഭവിക്കുന്നു? ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിളുമായി കൂട്ടിയിരിക്കുമ്പോൾ ചിലപ്പോൾ അത് മുകളിലോട്ട് റൈസ് ചെയ്യും. ഓക്കെ, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിനെ താഴോട്ട് സെറ്റിൽ ചെയ്യാതെ ഗ്രാവിറ്റേഷനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാതെ കൊളോയിഡൽ സിസ്റ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നതിൽ ബ്രൗണിയൻ മോഷനിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ ഓവർ ഇമ്പോർട്ടൻസ് എന്തെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഗ്യാസിനെ കുറിച്ച്, ഗ്യാസിന്റെ കൈനറ്റിക് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. അത് നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ കണ്ടുകൊണ്ട് പറഞ്ഞതാണോ? അല്ല. കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി ഗ്യാസ് മോളിക്യൂൾസ് ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അത് റാൻഡം മോഷനിലാണ്. അതാണ് ഗ്യാസിന്റെ കൈനറ്റിക് തിയറിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്. അതേപോലെ തന്നെ ഈ ലിക്വിഡ്സിന് കൈനറ്റിക് തിയറി ഉണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ലിക്വിഡ്സിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ലൈക്ക് ഗ്യാസ് ലിക്വിഡ് മോളിക്യൂൾസ് ആർ ഓൾസോ ഇൻ റാൻഡം മോഷൻ. അങ്ങനെ റാൻഡം മോഷനിലാണ് അത് ഉള്ളത് എന്നതിന് പ്രധാനപ്പെട്ട തെളിവാണ് കൊളോയിഡൽ സിസ്റ്റത്തിൽ നടക്കുന്ന ബ്രൗണിയൻ മോഷൻ. ഓക്കെ, so it is the best evidence for the molecular kinetic theory of liquids. Okay, ഇനി ലാസ്റ്റ് പോയിന്റ്, ഈ ബ്രൗണിയൻ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് ഏത് കൊളോയിഡൽ സിസ്റ്റം എടുത്താലും, ഏത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എടുത്താലും ബ്രൗണിയൻ മോഷൻ ഉണ്ട്. Okay, it is irrespective, it does not depends on the nature of the colloidal system. അതെല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ ഉണ്ട്. ഒന്ന്, സൈസ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഈ മോഷൻ നടക്കുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ അതിന്റെ സൈസ്, അതേപോലെ അത് ഒഴുകി നടക്കുന്ന മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തിന്റെ വിസ്കോസിറ്റി. ബ്രൗണിയൻ മോഷൻ വളരെ നന്നായിട്ട് നടക്കണമെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് കുറവായിരിക്കണം. അത് ഒഴുകി നടക്കുന്ന ഡിസ്പേർഷൻ മീഡിയം ഉണ്ടല്ലോ, അതിന്റെ വിസ്കോസിറ്റി കുറവായിരിക്കണം. ഓക്കെ, സൈസ് കുറവായിരിക്കണം, വിസ്കോസിറ്റി കുറവായിരിക്കണം. ഓക്കെ, നോക്കി നന്നായിട്ടൊന്ന് നോക്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് പിന്നെ ബ്രൗണിയൻ മോഷൻ? ബ്രൗണിയൻ മോഷന് കാരണം എന്താണ്? ബ്രൗണിയൻ മോഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? രണ്ട് ഇമ്പോർട്ടൻസ്. ഒന്നതിന് കൊളോയിഡൽ സിസ്റ്റത്തിന് എന്ത് കൊടുക്കുന്നു? സ്റ്റെബിലിറ്റി കൊടുക്കുന്നു ബൈ കൗണ്ടറിംഗ് ദി ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റ്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ദ ബെസ്റ്റ് എവിഡൻസ് ഫോർ ദി മോളിക്യുലർ കൈനറ്റിക് തിയറി ഓഫ് ലിക്വിഡ്സ്. പിന്നെന്താണ്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ. ഒന്ന് ഡിസ്പേർഷൻ മീഡിയത്തിന്റെ വിസ്കോസിറ്റി, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ സൈസ്. ഫേസിന്റെ സൈസ് ചെറുതായിരിക്കണം, മീഡിയത്തിന്റെ വിസ്കോസിറ്റി കുറവായിരിക്കണം. അപ്പൊ നന്നായിട്ട് ബ്രൗണിയൻ മോഷൻ കാണാൻ വേണ്ടി സാധിക്കും. And this Brownian motion is the mechanical property of the colloidal system. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയാ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടിൻഡൽ ഇഫക്റ്റ് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ബ്രൗണിയൻ മോഷൻ പഠിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ.